വന്ദേമാതരത്തെ അപമാനിച്ച സംസ്ഥാന സർക്കാരിനെതിരെ ഇന്ന് ജില്ലാ കേന്ദ്രങ്ങളിൽ ബിജെപി വന്ദേമാതരം സദസ്സ് സംഘടിപ്പിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ് വർഗീയ വിഭജന അജണ്ടയ്ക്കെതിരെയാണ് പരിപാടി. ദേശീയതയുടെ പ്രതീകമായ വന്ദേമാതരത്തെ അവഗണിക്കുന്ന സമീപനം കേരളത്തിന്റെ പാരമ്പര്യത്തിനും സ്വാതന്ത്ര്യ സമര ചരിത്രത്തിനും അപമാനകരമെന്നാണ് ബിജെപിയുടെ നിലപാട്. ശാലിനി, ഗുഡ് മോർണിംഗ്. എന്തായാലും എനിക്ക് തോന്നുന്നു ഇടത് വലത് മുന്നണികൾക്ക് എന്ത് ദേശീയത എന്നുള്ളതാണ് എനിക്ക് ഒറ്റ വാക്കിൽ ചോദിക്കാനുള്ളത്. വന്ദേമാതരം. അതെ, എന്തായാലും ബിജെപി കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്. എങ്ങനെയാണ് പ്രതിഷേധ പരിപാടികൾ ശാലിനി? അശ്വതി, രാഖി, ഗുഡ് മോർണിംഗ്, നമസ്തേ. എന്തായാലും രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എന്ത് ദേശീയത, എന്ത് രാഷ്ട്രസ്നേഹം എന്നൊരു ചോദ്യം CPM-ന് മുന്നിൽ നിൽക്കുകയാണ്. ഇതിനിടയിലാണ് രാഷ്ട്രസ്നേഹം ഒപ്പം തന്നെ ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് BJP ഈ വന്ദേ മാതരം ആ വിഷയം വലിയ രീതിയിൽ പ്രതിഷേധത്തിലേക്ക് കൊണ്ടുപോകാൻ തുടർ നടപടികളൊക്കെ തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് സംസ്ഥാന വ്യാപകമായി 30 സംഘടനാ ജില്ലകളിലും പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വന്ദേ മാതരം സദസ്സ് എന്ന പേരിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെയും വർഗീയ വിഭജനത്തിന്റെ ഭാഗമായിട്ടൊക്കെയാണ് സർക്കാർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ നടക്കം വന്ദേ മാതരത്തെ അകറ്റി നിർത്തിയത്. റിഹേഴ്സൽ അടക്കം പൂർത്തിയാക്കിയിട്ട് പോലും കുഞ്ഞു മക്കളെയും കൊണ്ട് ആ പാട്ട് പാടിപ്പിക്കാൻ അല്ലെങ്കിൽ ദേശീയ ഗീതം പാടിപ്പിക്കാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിരുന്ന നിലപാട്. സ്കൂളുകളിലും വന്ദേ മാതരം ദേശീയ ഗീതം ആലപിക്കേണ്ട എന്നൊരു തിട്ടൂരം വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുകയുമായിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ BJP ശക്തമായ പ്രതിഷേധം നടത്തുന്നത്. ഇന്ന് 30 സംഘടനാ ജില്ലകളിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. സംസ്ഥാന ജില്ലാ നേതാക്കന്മാരാണ് ഈ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. തിരുവനന്തപുരത്ത് കരമന ജയൻ BJP സിറ്റി ജില്ലാ അധ്യക്ഷനാണ് ഈ വന്ദേ മാതരം സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഒപ്പം തന്നെ കാസർഗോഡ് ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ കോഴിക്കോട് മുൻ ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി, തൃശ്ശൂരിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ C കൃഷ്ണകുമാർ, എറണാകുളത്ത് ഷോൺ ജോർജ്, KVS ഹരിദാസ്, കോട്ടയത്ത് മുൻ കേന്ദ്രമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ളവരാണ് ഈ ഒരു പരിപാടിക്ക് മുഖ്യധാരയിൽ നിന്നുകൊണ്ട് നേതൃത്വം നൽകുകയും ചെയ്യുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, കുറച്ച് നാളുകളായി ദേശീയതയെയും ഒപ്പം തന്നെ ദേശീയ ഗാനത്തെയും ഗീതത്തെയും ഒക്കെ അകറ്റി നിർത്തുന്ന ഒരു നിലപാട് കോൺഗ്രസ് സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി സ്വീകരിച്ച സമാന നിലപാടാണ് സംസ്ഥാനത്ത് UDF സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ BJP കടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം എന്നും ദേശീയതയെ ചേർത്ത് പിടിക്കുന്ന BJPയുടെ ഒരു പറ്റം പ്രവർത്തകർ അത് പ്രതിഷേധം ശക്തമാക്കണം, വന്ദേമാതരം ഉയർന്നു കേൾക്കണം, അത് മുഴുവനുമായി ഉയർന്നു കേൾക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യം. ഇതിന്റെ ഭാഗമായിട്ടാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടക്കുമ്പോൾ 15,000-ഓളം വേദികളിൽ വന്ദേ മാതരം ആലപിച്ചത് BJP. സമാനമായി തന്നെ ഇന്ന് വന്ദേ മാതര സദസ്സ് കൂടി സംഘടിപ്പിക്കുമ്പോൾ സർക്കാരിന് മുന്നിൽ ഒരു പ്രതിഷേധം ശക്തി പ്രാപിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഇന്ന് വൈകിട്ടോടു കൂടിയാണ് പല കേന്ദ്രങ്ങളിലെ പരിപാടി. ചിലയിടങ്ങളിൽ രാവിലെയാണ് പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. അശ്വതി, ശരി ശാലിനി, വ്യക്തം.